അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ, ആമേൻ, സ്തോത്രം. മറ്റ് ശ്രേഷ്ഠന്മാരായ ഒത്തിരി സീനിയറായ കർത്താവ് ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവരെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അനുഗ്രഹീതമായ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ അഭിഷക്തൻ, ആമേൻ, എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം പറയും. നമുക്ക് നമ്മളെ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു വന്ന സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറഞ്ഞ ആത്മീയ അധികാരം, സാത്താന്റെ മേൽ ഒരു ദൈവവേദന തന്നിരിക്കുന്ന അധികാരം എന്ന് പറഞ്ഞൊരു വിഷയമാണല്ലോ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പം അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് വരുമ്പം നമ്മൾ എവിടെയാണ് അധികാരം ഉപയോഗിക്കേണ്ടത്, നമ്മൾ ആ ഭാഗം ചിന്തിച്ചിട്ട് അധികാരത്തിലേക്ക് എവിടെയാണ് നമ്മൾ പോരാടേണ്ടത്, എവിടെയാണ് ദൈവമക്കൾ യുദ്ധം ചെയ്യേണ്ടത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം വചനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവസഭ ഒരു കളിക്കളത്തിലല്ല നിൽക്കുന്നത്, ദൈവസഭ ഒരു പടക്കളത്തിലാണ് നിൽക്കുന്നത്. ആമേൻ. പടക്കളത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരു പോരാട്ടമുണ്ട്, ദൈവമക്കൾക്ക് ഒരു പോരാട്ടമുണ്ട്. ആമേൻ, സ്തോത്രം. 115-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം പറയുന്നു, വായിക്കേണ്ട, ഞാൻ അങ്ങ് പറഞ്ഞു വിടാം. ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമി ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഭൂമിയിൽ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിലും പിശാചിന് പ്രവർത്തിക്കണമെങ്കിലും ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമാണ്. ഈ ഭൂമിയുടെ അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിലും പിശാചിന് പ്രവർത്തിക്കണമെങ്കിലും ഒരു മനുഷ്യന്റെ സഹായം ആവശ്യം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കുവാൻ എന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. ആമേൻ. അപ്പൊ നമുക്ക് ദൈവത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, ദൈവമേ, അങ്ങല്ലേ ദേശത്തെ നശിപ്പിക്കുന്നത്, അങ്ങേക്ക് അങ്ങയുടെ തീരുമാനം അങ്ങ് മാറ്റിയാ പോരായോ? അപ്പം കർത്താവ് പറയും, എനിക്കത് എന്റെ തീരുമാനം മാറ്റണമെങ്കിലും ഈ ഭൂമിയിൽ അധികാരമുള്ള ആരെങ്കിലും ഒരാൾ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാനൊക്കുള്ളൂ. ആമേൻ, സ്തോത്രം. ആമേൻ. ലോത്തിനെ വിടുവിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ പറയാൻ ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാനൊക്കുള്ളൂ. അപ്പൊ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ദൈവമക്കൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവമക്കൾ നിൽക്കുന്നത് ഒരു കളിക്കളത്തിലല്ല, ഒരു പടക്കളത്തിലാണ്. പടക്കളത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരു പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്. അത്, ആമേൻ, സ്തോത്രം, പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. ആ യുദ്ധം ആരോട് അല്ല എന്ന് ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ജഡരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ രക്തവും മാംസവും ഉള്ള മനുഷ്യനോടല്ല. അപ്പോൾ പൗലോസ് പറയുന്നത്, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തത് കൊണ്ട് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്, ആമേൻ, ഒരുപക്ഷെ അമ്മായിയമ്മയായിട്ടോ മരുമോളായിട്ടോ നാട്ടുകാരായിട്ടോ ചുറ്റുപാടുള്ള ഒരു മനുഷ്യനായിട്ടാ കാണുന്നത്. എന്നാൽ ഒരിക്കലും ആ മനുഷ്യനോട് നമ്മൾ പോരാടല്ലേ, ആ മനുഷ്യനോടല്ല പോരാടേണ്ടത്. ആമേൻ, സ്തോത്രം. മനുഷ്യനെ ആരോടല്ല നമ്മൾ പോരാടേണ്ടത്. പിന്നെ നമ്മൾ ആരോടാണ് പോരാടേണ്ടത്? ജഡരക്തങ്ങളോടല്ല ദൈവമക്കൾ പോരാടേണ്ടത്. ദൈവമക്കൾ ആരോടാണ് പോരാടേണ്ടത്? ആമേൻ, 4 പൈശാചിക മണ്ഡലത്തോടാണ് ദൈവമക്കൾ പോരാടേണ്ടത്. ഇവിടെ ദൈവത്തിന്റെ വചനം നമുക്ക് തെറ്റുപറ്റാതിരിക്കാൻ പൗലോസ് വളരെ മുന്നറിയിപ്പ് തരിക. നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് രക്തവും മാംസവും ഉള്ള ഒരു വ്യക്തിയായിരിക്കും കാണുന്നത്. ആ വ്യക്തിയോട് ഒരിക്കലും നിങ്ങൾ പോരാടല്ലേ. ആമേൻ, സ്തോത്രം. വ്യക്തിയോടല്ല നമുക്ക് യുദ്ധം, രക്തവും മാംസവും ഇല്ലാത്ത ആമേൻ 4 പൈശാചിക മണ്ഡലത്തോടെ. നമുക്കതൊന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി നമുക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു.
നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നതെന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണവും ക്രൂശീകരണവും കാൽവറി മരണവും ഉയർപ്പിനെ കുറിച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരോട് യേശു പ്രസ്താവിക്കുമ്പോൾ പത്രോസ് യേശുവിനെ മാറ്റിക്കൊണ്ടുപോയിട്ട് പറയാ, കർത്താവെ, നിനക്കൊരിക്കലും അങ്ങനെ ഭവിക്കരുത്. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേനും ഞാനൊരു കഷ്ടത്തിനകത്ത് അകപ്പെടുന്നെന്ന് മനസ്സിലായപ്പം എന്നോട് സ്നേഹം പത്രോസിന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ ഒരിക്കലും ക്രൂശി കയറല്. എന്നാൽ യേശു ഒരിക്കലും വികാരത്തിന് അടിമയായില്ല, യേശു നിയോഗത്തിന് അടിമയായിരുന്നു. ആമേൻ, സ്തോത്രം. എന്നാൽ യേശു അവിടെ രണ്ടുപേരോട് ദൂത് പറയാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇവിടെ യേശു രണ്ടുപേരോട് ദൂത് പറയാണ്. പത്രോസിനോട് പറയുക, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ദൈവത്തിനുള്ളതല്ല, മനുഷ്യനുള്ളതാ. എന്നാൽ പത്രോസിന്റെ പുറകിൽ നിന്ന പിശാചിനോട് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോവാ. അപ്പൊ യേശു അവിടെ വ്യക്തിയെയും കണ്ടു, വ്യക്തിയുടെ പുറകിൽ നിൽക്കുന്ന ശക്തിയെയും കണ്ടു. അപ്പൊ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഈ സായാഹ്ന വേളയിൽ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട ദൂത്, വ്യക്തിയെ സ്നേഹിക്കുക, ശക്തിയെ ശാസിക്കുക. ഒന്ന് വാ തുറന്നൊന്ന് പറയാമോ? വ്യക്തിയെ സ്നേഹിക്കുക, ശക്തിയെ ശാസിക്കുക. പലപ്പോഴും നമ്മൾ വ്യക്തികളോടാണ് പിണങ്ങുന്ന. ആ ഓഫീസിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന, ആ ഹോസ്പിറ്റലിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന, അവിടെ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ആ വ്യക്തി പാപമാണ്. ആ വ്യക്തിയെ സ്നേഹിക്കുക, വ്യക്തിയുടെ പുറകിൽ നിൽക്കുന്ന ശക്തിയെ ശാസിക്കുക. ഒന്ന് പറയാമോ? വ്യക്തിയെ സ്നേഹിക്കുക, ശക്തിയെ ശാസിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളായിരിക്കുന്ന എവിടെയാണോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, ആമൻ, കാരണം ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പിശാചിന് പ്രവർത്തിക്കണമെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിലും ഒരു മനുഷ്യന്റെ സഹായം ആവശ്യം. അപ്പൊ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആമൻ രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനെയാ കാണുന്നത്. അതുകൊണ്ട് പൗലോസ് പറയും, നമുക്കൊരിക്കലും തെറ്റുപറ്റല്ലേ, നമുക്കൊരിക്കലും പോരാട്ടം ജഡരക്തങ്ങളോടല്ല, രക്തവും മാംസവുമുള്ള മനുഷ്യനോടല്ല പോരാട്ടം. രക്തവും മാംസവും ഇല്ലാതെ ആ മനുഷ്യന്റെ പുറകെ നിന്ന് അവനെ സ്വാധീനിക്കുന്ന ഒരു പിശാചുണ്ട്, ആ ശക്തിയോടാ. അപ്പൊ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ വ്യക്തമായി വ്യക്തിയെ സ്നേഹിക്കുക, ശക്തിയെ ശാസിക്കുക. ആമേൻ. പലപ്പോഴും ആമേ, സ്തോത്രം, എൻ്റെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് എൻ്റെ ഓഫീസിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാ കാണുന്നത്. ആ വ്യക്തിയോട് നമ്മൾ പിണങ്ങുമ്പം നമ്മുടെ അകത്ത് അഭിഷേകം പ്രാപിച്ച പിശാചും അവരുടെ അകത്ത് അഭിഷേകം പ്രാപിക്കാത്ത പിശാചും. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രഭാതത്തിൽ നിങ്ങൾ തിരിച്ചറിയണം, വ്യക്തിയെ സ്നേഹിക്കുക, ശക്തിയെ ശാസിക്കുക. വ്യക്തിയെ സ്നേഹിക്കുക, ശക്തിയെ ശാസിക്കുക. അതൊരു പക്ഷെ നിങ്ങളുടെ ബാത്റൂമിലോ നിങ്ങളുടെ കഥയിലോ ഒക്കെ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. വ്യക്തിയെ സ്നേഹിക്കുക, ശക്തിയെ ശാസിക്കുക. നമുക്ക് മനുഷ്യനോട് ഒരു പോരാട്ടമില്ല. അതുകൊണ്ട് പൗലോസ് ഇത് തെറ്റാതിരിക്കാൻ പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ രക്തവും മാംസവും ഉള്ള ഒരു വ്യക്തിയാകണം. അവിടെ യേശു രണ്ടുപേരെയും കാണുക. പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, നീ ചിന്തിക്കുന്നത് ദൈവത്തിനുള്ളതല്ല, മനുഷ്യനുള്ളതാ. ഞാൻ ക്രൂശിൽ കയറേണ്ട, ഞാൻ മരിക്കേണ്ട, എനിക്കൊരിക്കലും അങ്ങനെ ഭവിക്കില്ലെന്ന് നീ പറഞ്ഞത് മാനുഷികമാ, നീ സംസാരിച്ച മാനുഷികമാ. എന്നാൽ ഇത് നിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാല, ഇത് നിന്നെ കൊണ്ട് പറയിച്ച ഒരു ശക്തിയുണ്ട്. ആ സാത്താനോട് യേശു പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടു. പത്രോസിനോട് പറഞ്ഞു, നീ, ആമേൻ, സ്തോത്രം, എനിക്ക് ഇടർച്ചയാവും, നീ ചിന്തിക്കുന്ന മനുഷ്യൻ. അപ്പം വ്യക്തിയെ സ്നേഹിക്കുക, ആമേൻ, ശക്തിയെ ശാസിക്കുക. വ്യക്തിയെ സ്നേഹിക്കുക, ശക്തിയെ ശാസിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ടമായി പഠിച്ച ഒന്നാമത്തെ കാര്യം, ദൈവസഭ ഒരു കളിക്കളത്തിലല്ല നിൽക്കുന്നത്, ദൈവസഭ ഒരു പടക്കളത്തിൽ നിൽക്കുന്ന ആമേൻ സഭയ്ക്ക് ഒരു പോരാട്ടമുണ്ട്. അത് ആരോടല്ല, ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാണ് സഭ പോരാടേണ്ടത്? ആരോടാണ് സഭ യുദ്ധം ചെയ്യേണ്ടത്? ആരോടാണ് ദൈവവേദൽ യുദ്ധം ചെയ്യേണ്ടത്? 4 പൈശാചിക മണ്ഡലത്തോടാണ് ദൈവസഭ യുദ്ധം ചെയ്യേണ്ടത്. 4 പൈശാചിക മണ്ഡലത്തോട്. 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി, 4 സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. 4 പൈശാചിക മണ്ഡലത്തോട് യുദ്ധം ചെയ്യാൻ, ആമേ, സ്തോത്രം, ചില ദൈവമക്കൾ തയ്യാറാണെങ്കിൽ ആ പട്ടണം വിടിവിക്കപ്പെടും. ആമേ, സ്തോത്രം. ആ യുദ്ധത്തെ കുറിച്ച് നമ്മൾ ആത്മയുദ്ധത്തിന്റെ അങ്ങോട്ട് നമ്മൾ സ്പിരിച്വൽ അതോറിറ്റി, സ്പിരിച്വൽ വാർഫെയറും കൂടെ നമ്മൾ ചേർത്ത് അങ്ങോട്ട് വരുമ്പോൾ ഗ്രൗണ്ട് ലെവൽ, ഒക്കൽ ലെവൽ, സ്ട്രാറ്റജിക്കൽ ലെവൽ, 3 ലെവലിലാണ് നമ്മുടെ യുദ്ധം. ഒന്ന് ഗ്രൗണ്ട് ലെവലാണ്, 2 ഒക്കൽ ലെവലാണ്, 3 സ്ട്രാറ്റജിക്കൽ ലെവലാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 4 പൈശാചിക മണ്ഡലത്തോടാണ് ദൈവസഭയ്ക്ക് യുദ്ധമുള്ളത്. 1
വാഴ്ചകൾ. വാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഭൂതാത്മാക്കളെയാണ് വാഴ്ചകൾ എന്ന് പറയുന്നത്. മദ്യപാനം ഒരു ഭൂതമാണ്, വ്യഭിചാരം ഒരു ഭൂതമാണ്, കോപം ഒരു ഭൂതമാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഭൂതാത്മാക്കൾ വ്യക്തികൾക്കകത്ത് ആവസിച്ച് നമുക്കെതിരെ പ്രവർത്തിക്കുന്നു. ആ വ്യക്തിയെ സ്നേഹിച്ചിട്ട് അവിടെ പുറകെ നിൽക്കുന്ന ഭൂതത്തിനെതിരെ ആമേൻ യുദ്ധം ചെയ്യാൻ കഴിയുമോ? യാക്കോബ് 4:7 പറയും, നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോവും. ഇന്ന് രാത്രിക്കാലം ഈ പ്രഭാതത്തിൽ രാത്രിയുടെ യാമത്തിൽ ചിലരോട് ദൈവാത്മാവ് പറയാം, നീ ആത്മാവിൽ ചില ഭൂതാത്മാക്കൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ തയ്യാറാകണേ. അതിന് ഉള്ള അധികാരം ആ ദൈവം നിനക്ക് തന്ന പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ്. അതുകൊണ്ടാണ് വേദോസം പറയാം, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പൊ വ്യക്തികൾക്കകത്തുള്ള ഭൂതങ്ങളെ പുറത്താക്കാനാണ് കർത്താവ് യേശുവിന്റെ നാമം നമുക്ക് തന്നിരിക്കുന്നത്. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ആ വ്യക്തിയുടെ പുറകിലുള്ള കോപത്തിന്റെ ഭൂതം, അനുസരണക്കേടിന്റെ ഭൂതം. അപ്പൊ ഭൂതാത്മാക്കൾക്കെതിരെയാണ് ദൈവമക്കൾ യുദ്ധം ചെയ്യണം. 1 വാഴ്ചകൾ, 2 അധികാരം. അധികാരം എന്ന് പറയുമ്പോൾ ദുരാത്മാക്കളുടെ സംഘത്തലവനെയാണ് അധികാരം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 6000 ലഹിയോൻ, 6000 പേരുള്ള ഒരു ടീമാണ് ഒരു വ്യക്തിക്കകത്ത് പൊസസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കിത് വിശദമായിട്ട് ചിന്തിക്കാം. 3 ആമേൻ, സ്തോത്രം. ഈ അന്ധകാരത്തിന്റെ ലോകാധി, അതിനെ ടെറിട്ടോറി സ്പിരിറ്റ് അല്ലെങ്കിൽ ദേശാധിപതി എന്നൊക്കെ പറയും. ആമേൻ, സ്തോത്രം. ടെറിട്ടോറി സ്പിരിറ്റ് അല്ലെങ്കിൽ ദേശാധിപതി എന്നൊക്കെ പറയും. 4-മത്തെ ഒരു മണ്ഡലമാണ് ആമേൻ, സ്തോത്രം, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ പിശാചിന് ചെല്ലുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ സ്ഥലമുണ്ട്. ഏറ്റവും താഴത്തെ സ്വർഗമായ ആ ആമേൻ സ്വർഗസ്ഥലത്ത് ആമേൻ പിശാചിന് ചെല്ലാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ സ്തോത്രം, ഇയ്യോബിന്റെ കാര്യങ്ങൾ ദൈവസന്നിധി കുറ്റം പറയാൻ ഈ ദൈവസന്നിധി ചെന്നപ്പോൾ സാത്താനും ഇയ്യോബിന്റെ കാര്യം പറയാൻ ദൈവസന്നിധി ചെന്നു. ആ പിശാചിന് എൻട്രി ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് വേദോസം പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പോൾ. ഇതാണ് ആ പൈശാചിക മണ്ഡലം നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും എന്ന് പറഞ്ഞാൽ ഈ സാത്താന്റെ കേന്ദ്രത്തെ പൊളിക്കാനാ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. പലപ്പോഴും ആമേൻ ഗൗരവമായ ആത്മയുദ്ധത്തിലേക്ക് പോകാൻ കഴിയാതെ വ്യക്തികളെ ആ മോഡ കല്യാണം, കടഭാരം, കുടുംബം, നമ്മുടെ സ്വന്തം വിഷയങ്ങളിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പ്രാർത്ഥിച്ച് അതിന്റെ ഡെലിവറൻസിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് ഒരു പട്ടണത്തിനകത്ത് ഒരു അസാധാരണ ബ്രേക്ക് ത്രൂവിന് വേണ്ടി, അസാധാരണമായി ദൈവത്തിന് വേണ്ടി ഒരു ജനറേഷനെ ദൈവത്തിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്ന അന്ത്യകാല ഉണർവിന് വേണ്ടി അസാധാരണ അഭിഷേകത്തോടെ ആമേൻ ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. ദൈവം 5 വിധ ഓഫീസിനകത്ത് 26 കൃപാവരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. 5 വിധ ഓഫീസ്, 5 ഫോൾഡ് മിനിസ്ട്രിക്കകത്ത് 26 കൃപാവരങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ കൃപാവരങ്ങൾ ആമേൻ, സ്തോത്രം, ഉപയോഗിച്ചാണ് ആമേൻ, സ്തോത്രം, നമ്മൾ സാത്താനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആമേൻ, സ്തോത്രം, ആമേൻ, അതിന് 7 ആയുധങ്ങളാണ്. നമ്മൾ അങ്ങോട്ട് വരികയാണ് പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക്. അപ്പൊ 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 അന്ധകാരത്തിൽ ലോകം, 4 സ്വർലോകം. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലായെന്ന് ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു. 1 അപ്പൊ അവൻ ചിന്തിച്ചിടത്തോളം കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 1 ദൈവസഭ ഒരു കളിക്കളത്തിലല്ല നിൽക്കുന്ന, ദൈവസഭ ഒരു പടക്കളത്തിലാണ്. പടക്കളത്തിൽ നിൽക്കുന്ന ദൈവസഭയ്ക്ക് ഒരു പോരാട്ടമുണ്ട്. ഇത് ആരോടല്ല, ജഡരക്തങ്ങളോടല്ല. കാരണം ജഡരക്തങ്ങളായിട്ടാണ് നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത്. രക്തവും മാംസവും ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളെ എതിർക്കുന്ന കാണുന്നത്. ആ വ്യക്തിയോടല്ല നമുക്ക് പ്രശ്നം, ആ വ്യക്തിയുടെ പുറകെ നിൽക്കുന്ന പൈശാചി ശക്തിയോടാണ് നമുക്ക് പോരാട്ടം. അത് 1 ഭൂതാത്മാക്കളാണ്, 2 ദുരാത്മാക്കളാണ്, 3 അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, 4 സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. ഈ 4 പൈശാചിക മണ്ഡലത്തോടാണ് ദൈവസഭയ്ക്ക് യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ ഇച്ചിരൂടെ ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് പോകാൻ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യം. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്,
ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അടുത്ത വാക്യോടെ വായിച്ചേക്കളെ. ഞാൻ ബെയൽസെബൂബിനെ കൊണ്ട് ബലവാനെ പിടിച്ചു കെട്ടിട്ടില്ലാതെ ബലവാന്റെ വീട്ടിൽ 28 ഞാൻ ദൈവാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവാത്മനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഊമനും അവൻ കുരുടനുമായ ഒരു ഭൂതഗ്രസ്തനെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അവൻ നാളുകളായിട്ട് ഇവന്റെ കണ്ണു തുറന്നിട്ടില്ല, നാളുകളായിട്ട് ഇവന്റെ നാവ് ചലിച്ചിട്ടില്ല. ഭൂതഗ്രസ്തനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ യേശു ഇവനിലെ ഭൂതത്തെ പുറത്താക്കി. അപ്പൊ ഭൂതത്തിന് ഗുളിക കൊടുത്താലൊക്കത്തില്ല, ഭൂതത്തിനെ സ്കാൻ ചെയ്യാനൊക്കത്തില്ല. ആമേൻ, സ്തോത്രം. അപ്പൊ രോഗവുമുണ്ട്, രോഗാത്മാവുമുണ്ട്. രോഗത്തിന് മരുന്നുകൊണ്ട് സൗഖ്യം ഉണ്ടാകത്തുള്ളൂ, രോഗാത്മാവിന് മരുന്നുകൊണ്ട് സൗഖ്യമില്ല. ആമേൻ, ആമേൻ, സ്തോത്രം. എന്നാൽ ചർച്ചിനകത്ത് ഇന്ന് കൂടുതലും രോഗത്തെക്കാൾ കൂടുതൽ രോഗാത്മാവാണ്. ആമേൻ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിച്ചുവാൻ സമയം, നിങ്ങൾ എല്ലാവരും മച്ചോറിറ്റി ഉള്ള നിങ്ങൾക്ക് അത് മനസ്സിലായി. 18 വർഷമായിട്ട് ഒരു രോഗാത്മാവുള്ള കൂനിയായ ഒരാള് ആലയത്തിലുണ്ടായിരുന്നു. 18 വർഷമായിട്ട് അവൾ കർത്തൃമേശ എടുക്കുന്നു, ഉപവാസ പ്രാർത്ഥന. നമ്മുടെ ഭാഷ ഇന്നത്തെ 18 വർഷമായിട്ട് ഇവൾ ആലയത്തിലാണ്. ആമേൻ, സ്തോത്രം. ഇവൾ ആലയത്തിൽ, അവിടെ ലൂക്കോസ് സുവിശേഷം നമുക്കറിയാമല്ലോ, 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ചത്. അപ്പൊ രോഗത്തിന് മാത്രമേ മരുന്നുകൊണ്ട് സൗഖ്യമുള്ളൂ, രോഗത്തിന്. എന്നാൽ ഒരാളുടെ മേൽ രോഗാത്മാവാണെങ്കിൽ ആയുർവേദം നോക്കും, അലോപ്പതി നോക്കും, ഇങ്ങനെ മാറി മാറി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി സ്കാൻ ചെയ്യും. ആമേൻ, സ്തോത്രം. അന്നേരം ഒന്നുമില്ല, പക്ഷെ ആ രോഗലക്ഷണങ്ങളെല്ലാം അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആമേശോ. എന്നാൽ സൗഖ്യം. എന്നാൽ 18 വർഷമായിട്ട് ഇവള് കൂനിയായ ഒരു സ്ത്രീയാണ്. അപ്പൊ ഒരു ഒരു ഭൂതം ഒരു വ്യക്തിയുടെ മേൽ വസിച്ചു കഴിഞ്ഞാൽ, ആ ഭൂതം പ്രൊസസ്സായാൽ പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും നിവരാൻ കഴിയത്തില്ല. അവന്റെ ഫിനാൻസ് നിവരത്തില്ല, അവന്റെ എല്ലായിടത്തും അവൻ കൂനുകയാണ്. അപ്പം ഇവൾ ആലയത്തിൽ നിന്ദിക്കപ്പെടുകയാണ്, വീട്ടിൽ നിന്ദിക്കപ്പെടുകയാണ്, അവൾ ദേശത്ത് കാരണം ദേശത്തൂടെ കുനിക്കട്. 18 വർഷമായിട്ട് ഇവൾ പ്രാർത്ഥനയ്ക്ക് ആലയത്തിലുള്ള. എന്നാൽ യേശു ക്രിസ്തു വന്നത് അവളിലുള്ള ഭൂതത്തെ പുറത്താക്കാനാ. ആമേൻ, സ്തോത്രം. 18 വർഷമായി. അപ്പൊ വർഷങ്ങളായി സ്ട്രഗിൾ ചെയ്യുന്ന ചില പൈശാചിക ശക്തികളെ പൊട്ടിക്കാനാണ് ഈ മീറ്റിംഗ് ദൈവം നമ്മുടെ മേൽ അയക്കുന്നത്. ആമേൻ. ഈ മീറ്റിംഗ് കൊണ്ട് നീ വർഷങ്ങളായി, ചില മാസങ്ങളായി സ്ട്രഗിൾ ചെയ്യുന്ന, എത്ര ശ്രമിച്ചിട്ട് ഇവൾ 18 വർഷമായി ഒരു ആത്മാവ് ഇവിടെ മേലുള്ളതുകൊണ്ട് ഇവൾക്ക് ഒട്ടും നിവരാൻ കഴിയത്തില്ല, ഇവൾക്കൊരു കാര്യത്തിലും നിവരാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ ഉയർച്ചയെ തടയുന്ന, നിന്റെ നന്മയെ തടയുന്ന ചില പൈശാചിക ശക്തികളെ പൊട്ടിച്ച് എവിടെ നീ നിന്ദിക്കപ്പെട്ടോ അതേ സ്ഥലത്ത് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുക. 18 വർഷമായിട്ട് ഒരു ഭൂതാത്മാവ്, ഒരു ബന്ധനം. ആമേൻ, സ്തോത്രം. അവിടെ വായിക്കുന്നു, 18 വർഷമായി സാത്താൻ ബന്ധിച്ച അബ്രഹാമിന്റെ പിതാവ്, അബ്രഹാമിന്റെ മകൾ. അപ്പൊ 18 വർഷമായിട്ട് സാത്താൻ ഇവളെ ബന്ധിച്ചിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ ഇവിടെ ബന്ധനം എന്താ? ഒരു രോഗാത്മാവ, ഒരു രോഗത്താൽ ബന്ധിച്ചിരിക്കുക, അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ബന്ധനം അഴിയുന്നത്? നമുക്ക് ഒരു വാക്യം ഒന്ന് വായിച്ചുകൊടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ഓക്കെ, സദ്യ. ഞങ്ങളിതുകൊണ്ട് ലൂക്കോസിന്റെ അത് ജസ്റ്റ് ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു ഈ ഭാഗത്തിലേക്ക്. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു.
യേശു അവളെ കണ്ടു, അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരാൻ കഴിയാതെ, 18 വർഷമായി എത്ര ശ്രമിച്ചിട്ടും നിവരാൻ കഴിയാതെ ഒരു രോഗാത്മാവ് ബാധിച്ച സ്ത്രീയായിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം, യേശു അവളിലെ ആ ബന്ധനത്തെ പൊട്ടിച്ചു. ആമേൻ സ്തോത്രം. അപ്പോൾ ഒരു വ്യക്തിയുടെ മേൽ ബന്ധനം അഴിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ലേഹിയിൽ എത്തിയപ്പോൾ ശിംശോനെ ഒരു പുതിയ കയറ് കൊണ്ട് അവർ കെട്ടി. അവൻ പുതിയ കയറ് കൊണ്ട് കെട്ടിയിട്ട് ആമേൻ സ്തോത്രം അവന് ചുറ്റും നിന്നുകൊണ്ട് അവർ ആർക്കുകയാണ്. ആർക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോൾ അവനെ കെട്ടിയ കയറ് ചണം പോലെ പൊട്ടി. അപ്പൊ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു ദൂത് കൈമാറാനുണ്ട്. നിന്റെ ബന്ധനത്തിന് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ ആ നിമിഷം ബന്ധനം പൊട്ടും. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. സാത്താന്റെ ബന്ധനത്തിന് ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്ന ഒരു വ്യക്തിയുടെ മേൽ ഒരു ബന്ധനത്തിനും ഇരിക്കാൻ കഴിയത്തില്ല. ആ ബന്ധനത്തെ പൊട്ടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയപ്പോൾ അവനെ കെട്ടിയ കയറ് ചണം പോലെ പൊട്ടി. അടകന സന്തൽ കമാന ഗഷസ്കമന ഘടകസിയാന. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ മേൽ വരുമ്പോൾ അടകാലകസിയാന, ഇന്ന് രാത്രി ആമൻ ചില ബന്ധനങ്ങളെ ദൈവം അഴിച്ചു മാറ്റാൻ പോവാം. ആമൻ അവിടെ വചനം പറയുന്നു, ആമൻ സ്തോത്രം, ആമൻ ബന്ധനം അഴിഞ്ഞപ്പോൾ അവൻ ഒരു കഴുതയുടെ താടിയല് കണ്ടു എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ദൈവം ഒരുക്കിയത് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ നന്മ നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. അടകാലകസ് മനുഷ്യൻ നിന്നോട് ചോദിക്കുന്ന ചില ചോദ്യത്തിന് ദൈവം മറുപടി തരാൻ പോവാ. അവൻ മനുഷ്യൻ പലപ്പോഴും നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ചിലത് കാണിച്ചിട്ടായിരിക്കും, പക്ഷെ തിരിച്ച് കാണിക്കാൻ നിനക്കൊന്നുമില്ല. അവൻ അബ്രഹാം മോറിയ മലയുടെ കയറ്റം കയറിപ്പോകുന്ന അബ്രഹാമിനോട് മോൻ പറഞ്ഞു, അപ്പാ ഈ വിറക് കണ്ടോ, കത്തി കണ്ടോ? ആ മോൻ വിറകും കാണിച്ച് കത്തിയും കാണിച്ചു. അപ്പനായ അബ്രഹാമിന് തിരിച്ച് കാണിക്കാനൊന്നുമില്ല, പക്ഷെ അകത്തൊരു വെളിപ്പാടുണ്ട്, എന്നെ വിളിച്ചവൻ കരുതുന്നവനാ. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ തലമുറ, നിന്റെ ഭവനത്തിനകത്തു, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നീ ഫേസ് ചെയ്യുന്ന ചില ചോദ്യത്തിന് ദൈവം ഈ 7-ാം മാസം മറുപടി തരാൻ പോവാണ്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ദൂത് പറയാം. അർത്ഥന വൈഡപ്രഭാലകസ്യാന. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അകത്ത് ചില ഭാരത്തോടെ വേദന, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ ആരുമില്ലെന്ന് ചിന്താഭാരത്തോടെ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ കാണുവാൻ, നിന്നെ അറിയുവാൻ ഒരു മനുഷ്യനില്ലെങ്കിൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് കൈമാറുക. അർത്ഥന വൈഡപ്രഭാല ഹസിയാന ഘടകസിയാന. മോറിയ മലയുടെ കയറ്റം കയറി അവൻ യാഗപീഠത്തിൽ മകനെ കിടത്തിയിട്ട് വെട്ടാൻ പോകുന്ന അബ്രഹാമിനെ കാണാൻ അവിടെ ആരുമില്ല, മാനുഷ്യകരങ്ങൾ ആരുമില്ലേ? ഇന്ന് രാത്രി നിന്റെ ഭാരം കാണുവാൻ, നിന്റെ വേദന കാണുവാൻ ഒരു മാനുഷ്യകരമില്ലെങ്കിൽ അവിടെ അബ്രഹാമിന് വേണ്ടി, അബ്രഹാമെ നിന്റെ പേരറിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ഈ മീറ്റിങ്ങിനകത്ത് കണക്ട് ചെയ്യപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, അടകാ സന്തൽക്കമാൻ, നിന്റെ ഭാരം കാണുവാൻ, നിന്റെ വേദന കാണാൻ ആരുമില്ലെങ്കിലും നിന്റെ പേരറിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. അബ്രഹാമെ, അബ്രഹാമെ എന്ന് ദൈവം വിളിക്കുക. അവിടെ അബ്രഹാമും മോനും അല്ലാതെ മറ്റാരുമില്ല ആ മോറിയ മലയിൽ. എന്നാൽ നിന്റെ ചുറ്റുപാടും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ കാണാൻ, നിന്നെ അറിയാൻ ആരുമില്ലെങ്കിലും നിന്റെ പേരറിയുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന് വ്യക്തമായി ദൈവാത്മാവ് ദൂത് പറയാം. അബ്രഹാമെ, അബ്രഹാമെ എന്ന് പേര് വിളിച്ചു. അബ്രഹാമെ, അബ്രഹാമെ എന്ന് വിളിച്ചു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഇന്ന് രാത്രി 7-ാം മാസം അവൻ 16-ാം തീയതി ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയാം. ഏത് വിഷയത്തിൽ നീ തല താഴ്ത്തിയിരിക്കുന്നു അതേ വിഷയത്തിൽ നിന്റെ തല ഉയരാൻ പോവാ. നിന്റെ തലമുടെ വിഷയത്തിൽ നിന്റെ തല ഉയരാൻ പോവാ. നിന്റെ ശുശ്രൂഷയുടെ വിഷയത്തിൽ നിന്റെ തല ഉയരാൻ പോവാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു. അർത്ഥന വൈഡപ്രഭാല ഹത്തര ലഗക്ഷസ്കാനിക
ചില വ്യക്തികളുടെ തല ഉയരാൻ പോവാ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അവൻ കണ്ടു കുറ്റിക്കാട്ടിൽ കയ്യെത്താ ദൂരത്ത് അവന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മ കുരുക്കിയിട്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറ ചില നന്മയുടെ കുരുക്ക് അഴിച്ചത് നിന്റെ കരത്തിലെത്താൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. റമന ഹതന റീബൽ കമാന ഘടകം അർത്ഥന വൈഡപ്രഭ ലഹസ്യാന. നിന്നെ ദൈവത്തിന്റെ പൈല നിന്നെ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദബോരയെ പോലെ അനേകരോട് ദൂത് പറയുവാൻ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രവാചകയായി, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രവാചകനായി ദൈവ നേഷൻസിനെ തിരിക്കുവാൻ, രാജ്യങ്ങളെ കത്തിക്കാൻ, പട്ടണങ്ങളെ കത്തിക്കാൻ അസാധാരണ അഭിഷേകത്തോടെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ സീസൺ വന്നിരിക്കുന്നു. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അവന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരാട്ടുംകുട്ടിയെ അവൻ ഇന്ന് രാത്രി ദൈവാത്മാർ നീ ഭാരപ്പെട്ടുവേ ഈ സൂമിനകത്ത് കയറിയ ദൈവത്തിന്റെ പൈതലേ, നീ ഭാരത്തോടെ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുള്ള ദൈവത്തിന്റെ കരുതൽ നീ കാണാൻ പോവാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ദൂത് കൈമാറുന്നു. അർഗമന ഘടക ശംഭവരബല ബൗഢ്യമന ഘടക സൈഡാരകൽ കമാന അർദ്ധപ്രവാലക സ്യാന അടകൽ കമാൻ. നിനക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ലാത്ത സ്ഥാനത്ത്, ആരുമില്ലാത്ത സ്ഥാനത്ത് ദൈവം ഇറങ്ങി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ആമേൻ. അപ്പൊ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവനെ കെട്ടിയ ആമേൻ ബന്ധനം അവന്റെ കൈമേന്ന് അഴിഞ്ഞു മാറി. അവന്റെ കാമേ സ്വത്ര പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ പൊട്ടിമാറും. അടയാന ഹസ്യാന ഘടകൽ കമാന ഘടകസ്. അപ്പോൾ വചനം പറയുന്നു അവൻ ഒരു കഴുതയുടെ താടിയല് കണ്ടു. ആമേ സ്വത്രം. അടുത്ത വചനം പറഞ്ഞു അവൻ കൈ നീട്ടി എടുത്തു. ഏത് കൈ നീട്ടി? ഫെലിസ്തീയർ പുതിയ കയർ കൊണ്ട് കെട്ടിയ ആ കൈ നീട്ടി അവൻ ഒരു കഴുതയുടെ താടിയിൽ. ഇന്ന് രാത്രി ദൈവാത്മാർ ചില ബന്ധനങ്ങളെ അഴിച്ചിട്ട് നിന്റെ കരം കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത് ചിലത് എടുക്കുന്ന ദിവസങ്ങളാണെന്ന്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ചില നന്മകൾ എടുക്കുന്ന ദിവസങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. റമന ഘടക സന്തന അടമന ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് അവൻ കുന്നൊന്ന് കുന്ന് 2,000 ഫെലിസ്തീയരെ അവൻ കൊന്നു വീഴ്ത്തി. എവിടെ അവൻ ബന്ധിക്കപ്പെട്ടോ അതേ സ്ഥലത്ത് അവന്റെ കൈ കൊണ്ട് ആരവനെ ബന്ധിച്ചു ആ ഫെലിസ്തീയ ആ ശക്തിയെ തകർക്കാൻ ദൈവം അവനെ ഉപയോഗിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയും ദേശത്തിലെ ചില പൈശാചിക ശക്തിയെ തകർക്കുവാൻ ദൈവം 2026 7-ാം മാസം ദൈവാത്മാവ് ദൂത് പറയാ ചില പൈശാചിക ശക്തിയെ തകർക്കുവാൻ, ചില വാഴ്ചകളെ, ചില അധികാരങ്ങളെ, ചില അന്ധകാരത്തിന്റെ ശക്തികളെ തകർക്കാൻ ഈ കൂട്ടത്തെ ദൈവം ഉപയോഗിക്കാൻ വർഷങ്ങൾ പഴക്കമുള്ള ചില പൈശാചിക ശക്തിയുടെ കെട്ടുപൊട്ടിച്ച് ഒരു തലമുറയെ ദൈവത്തിങ്കിലേക്ക് കൊണ്ട് മദ്യപാനത്തിന്റെ ദുരാത്മാവിനെ, വ്യഭിചാരത്തിന്റെ ദുരാത്മാവിനെ, മയക്കുമരുന്നിന്റെ ദുരാത്മാവിനെ, അവിഹിത ബന്ധത്തിന്റെ ചില ദുരാത്മാവിനെ പൊട്ടിക്കാനുള്ള ഒരു അധികാരം ഈ മീറ്റിംഗിനകത്തൂടെ ദൈവം കൈമാറുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അടുത്ത വചനത്തിൽ പറഞ്ഞ അവ നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷവും ചെയ്യത്തില്ല. ആമേൻ. അപ്പൊ ഒന്ന് ബന്ധനം അഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ബന്ധനം അഴിയും. ആമേൻ സ്വത്ര. ആമേൻ. അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ പെട്ടെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ 16-ാമത് നമുക്കറിയാം അർദ്ധരാത്രിയിൽ അവർ പാടി ആരാധിച്ചപ്പോൾ അവിടെ ശരീരത്തിൽ നിന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞു, അവിടെ ശരീരത്തിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു മാറി. ആമേൻ. അപ്പം ഞാൻ മടങ്ങി വരട്ടെ. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഊമനും ചെകിടനുമായ ഊമനും കുരുടനുമായ ഒരു ഭൂതഗ്രസ്തനെ യേശുവിന്റെ അടുക്കൽ ആമേൻ സ്തോത്രം ആമേൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം യേശു അവനിലുള്ള ഭൂതത്തെ പുറത്താക്കിയപ്പം ആമേൻ സ്തോത്രം ഭൂതം അവനിൽ നിന്ന് പോയി പരീശന്റെ അകത്ത് കയറി.
ആമേൻ. പരീശൻ അപ്പോൾ പറയുകയാണ്, യേശു ഭൂതത്തെ പുറത്താക്കുന്നത് ബെയൂസബൂലിനെ കൊണ്ടാ ആണ്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ശരിയല്ല. യേശു ക്രിസ്തു ഭൂതത്തെ പുറത്താക്കുന്ന ആരെ കൊണ്ടാണ്? ബെയൂസബൂലിനെ കൊണ്ടാണ്. ബെയൂസബൂൽ എന്ന വാക്കിന്റെ അർത്ഥം പറവകളുടെ പ്രഭു എന്ന് പറഞ്ഞ ഒരു അന്ധകാര ശക്തിയെ കൊണ്ടാണ് യേശു ഭൂതത്തെ പുറത്താക്കുന്ന പരീശന്മാർ പറയും. ഇന്നത്തെ യേശുവിന്റെ കാലത്ത് പോലും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരോട് ആമേൻ അവർ പിശാചാണെന്ന് പറയുന്നൊരു ഇതുണ്ട്. യേശു ഭൂതത്തെ പുറത്താക്കുന്നത് ബെയൂസബൂലിനെ. പ്രസംഗിക്കുന്നതിന് വരെ കുഴപ്പമില്ല, അതിനപ്പുറത്ത് പ്രസംഗിക്കുന്ന നമ്മുടെ വി ഡി സതീശനും പോലും നല്ലതായിട്ട് പ്രസംഗിക്കാൻ ആർക്കും കഴിയും. ആമേൻ, സ്തോത്രം, ആമേൻ. അപ്പോൾ ഭൂതത്തെ പുറത്താക്കി പൈശാചിക മണ്ഡലത്തോട് അറ്റാക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് വ്യക്തികൾക്കകത്ത് കയറി യേശുവിനെ കുറിച്ച് പരീശന്മാർ പറയുക, യേശു ഭൂതങ്ങളുടെ തലവനായ മത്തായിയുടെ സുവിശേഷം 22:12 മുതലുള്ള വാക്ക്, യേശു ഭൂതത്തെ അതിന് മറുപടിയായിട്ട് യേശു പറയുക, സാത്താൻ തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? സാത്താൻ തന്നിത്തത്തിനെ ഛിദ്രിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ? സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? എന്നിട്ട് യേശു പറയും, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല. സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ? ഞാൻ ദൈവാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിൽ വന്നെത്തി. അപ്പൊ ഈ വാക്യത്തിനകത്തുനിന്ന് നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കാൻ പോകും. ഒന്ന്, നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത 2 രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് ദൈവരാജ്യം, 2 സാത്താന്യ രാജ്യം. ഒന്ന് ദൈവരാജ്യം, 2 സാത്താന്യ രാജ്യം. അപ്പൊ ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ച വ്യക്തികളും ഇനിയും ജനിക്കാനുള്ള വ്യക്തികളും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അംഗങ്ങളായിട്ടാണ് ജനിക്കുന്നത്. അപ്പം ആമേൻ സ്തോത്രം, ഈ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം. ആമേൻ സ്തോത്രം. അപ്പൊ യേശു അവിടെ ഒരു കാര്യം പറഞ്ഞു, സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവമക്കളെ, ഇത്രയും പേര് ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, ആമേൻ, സാത്താന്യ രാജ്യത്തൊരിക്കലും ഒരു ഭിന്നതയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു അമ്പലത്തിന്റെ കുറ്റം പറയുന്നത്? ഒരു പൂജാരിയുടെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഒരു പാസ്റ്ററുടെ കുറ്റം പറയും. ദൈവമക്കളെ, ഞാൻ വളരെ കാലി പിടിച്ച് നിങ്ങളോട് പറയാം, നിങ്ങൾ ആരുടെയും കുറ്റം പറയരുത്. ആമേൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഡയറക്റ്റ് ആയിട്ട് പറയുക. നിങ്ങളുടെ കാതുകളിൽ വേറൊരു കാര്യം പറയരുത്. കാരണം കേൾക്കുന്നവർക്ക് ആത്മീയ വർധനം ഉണ്ടാകാൻ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരും. നിങ്ങൾ ഒരാകാത്ത വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കല്ലേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കല്ലേ. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയോട് പറയുക, അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളോട് പറയുക. നിങ്ങൾ ആത്മീയ വർധനമില്ലാത്ത കാര്യം. യേശു പറഞ്ഞു, സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഇപ്പൊ സാത്താൻ എന്ന് പറഞ്ഞാൽ ഒണിഡ ടിവിയുടെ പരസ്യം മോഡൽ കൊമ്പും കണ്ണും വെച്ച് വരുന്ന അതല്ല. സാത്താൻ എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക്കൽ ആയ ഭരണ ക്രമീകരണമുള്ള ഒരു രാജ്യമാണ് സാത്താൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ സാത്താനിൽ നിന്ന് ഞാൻ ഇത്രയും വർഷമായിട്ട് 31 വർഷമായിട്ട് യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ചെറിയ ദൈവദാസന, ആമേൻ സ്തോത്രം, 31 വർഷമായിട്ട് ഞാൻ സാത്താനിൽ നിന്ന് പഠിച്ച ഏറ്റവും ഒരു നല്ല ഗുണമെന്ന് പറഞ്ഞാൽ, 6000 ലഹിയോൻ ഒരു മനുഷ്യന്റെ മേൽ കയറാൻ നേരത്ത് ഐക്യത, ഇരിക്കാൻ നേരത്ത് ഐക്യത, ഇറങ്ങാൻ നേരത്ത് ഐക്യത, പന്നിയുടെ മേൽ കയറാൻ നേരത്ത് ഐക്യത, കടലിൽ ചാടി ചാകാൻ നേരത്ത് ഐക്യത. അല്ലെ, കടലിൽ ചാടി ചാകാൻ നേരത്തേലും ഞങ്ങൾ വരുന്നില്ലെന്ന് പറയല്ല. ഞാൻ കയറാൻ നേരത്ത് ഐക്യത, ഇരിക്കാൻ നേരത്ത് ഐക്യത, ഇറങ്ങാൻ നേരത്ത് ഐക്യത, പന്നിയുടെ മേ കയറാൻ നേരത്തെ കടലിൽ ചാടിച്ച 6 പാസ്റ്റർമാരാ അവന്റെ മേലെ ഇരുന്ന്. സഭയൊരു തലയൊരു സഭയായാലും കാലൊരു സഭയായും വയറൊരു സഭയായും. ദൈവമക്കളെ, നമ്മൾക്കൊന്ന് ഐക്യമത്യപ്പെടാം, നമുക്കൊന്ന് സ്നേഹിക്കാം. മറ്റുള്ളവരുടെ കുറവുകളോട്, വീക്ക്നെസ്സോടെ അവനെ ചേർത്ത് പിടിക്കുന്ന യേശുവിന്റെ മനോഭാവം, യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് തൻ്റെ ടീമിലുള്ള 6 പേരെയും വിളിച്ചുകൊണ്ട് പഴയ പണിക്ക് പോയ പത്രോസിന്റെ അടുത്ത് എന്ന് വള്ളം
വെള്ളവും തല്ലി ഒടിച്ചു വലയും വലിച്ചു കീറി മര്യാദയ്ക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നല്ല പറഞ്ഞു. 153 മീനെ കൊടുത്തിട്ട് ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നവർ യേശുവിന്റെ തന്നെ ശപിച്ചവനെ പ്രാഗീവന്റെ പുറകെ പോയി സ്നേഹിക്കുന്നു ചോദിച്ചാൽ യേശുവിന്റെ സ്വഭാവം വെളിപ്പെടുന്ന റിയൽ ജനൂനായ ചില വിശ്വാസികൾ എഴുന്നേൽക്കേണ്ടത് ഈ മക്കളെ. ഒന്നുകിൽ നല്ല ആത്മീയരായി ജീവിക്കുക, അല്ലെങ്കിൽ നല്ലതായിട്ട് ഉഴപ്പി ജീവിക്കുക ലോകത്തിന് വേണ്ടി. ഒന്നുകിൽ ദൈവത്തിന് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുക, അല്ലെ ലോകത്തിന് വേണ്ടി സ്ട്രോങ് ആയി. മര്യാദ പാവികളായിട്ട് ജീവിക്കരുത്. ആമേൻ, സ്തോത്രം. ആമേൻ. ഒന്നുകിൽ സ്ട്രോങ് ആയി ദൈവത്തിന് വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ സ്ട്രോങ് ആയി ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആമേൻ, സ്തോത്രം, യഥാർത്ഥമായി ജീവിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വന്നേ മതിയാവുള്ളൂ. പിശാചിന്റെ കോട്ടയെ പൊളിക്കാനാണ് ദൈവം നമ്മളെ അഭിഷേകം. പിശാചുമായിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറാകല്ലേ. അവൻ എന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്റെ നോട്ടം കൊണ്ടും യേശു ചലഞ്ച് ചെയ്ത പോലെ സാത്താനെ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല, സാത്താന്റെ ഒരു ചരക്കും എന്റെ ജീവിതത്തിലെന്ന് പറയുന്ന തൻ്റെ ഉള്ള ചില ദൈവമക്കൾ ഈ അന്ത്യകാല ഉണർവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. അവരെ കൊണ്ട് സാത്താന്റെ കോട്ടയെ പൊളിച്ച് കാനഡയിൽ ഒരു റിവൈവൽ കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രസംഗിക്കുന്നവനെ ലോകം അറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ ഈ കൂട്ടത്തിനകത്തു എഴുന്നേറ്റ് വരട്ടെ. അവരിലൂടെ അവൻ സാത്താന്യ കോട്ടയെ പൊളിച്ച് വാഴ്ചകളെ, അധികാരങ്ങളെ, അന്ധകാരത്തിന്റെ ലോകാധിപതി 4 പൈശാചിക മണ്ഡലത്തെ പൊളിച്ച് ഒരു ദൈവരാജ്യം സ്ഥാപിക്കുന്നവരായി മാറുവാൻ ഇന്നു രാത്രി കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ദൈവ നിയോഗം നമ്മുടെ മേൽ കൈമാറട്ടെ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത 2 രാജ്യങ്ങളുണ്ട്. ആമേൻ. ഒന്ന് ദൈവത്തിന്റെ രാജ്യം, 2 സാത്താന്യത. ഞാൻ ദൈവാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലെത്തി. അപ്പൊ ദൈവരാജ്യം ഒരു സ്ഥലത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ദൈവാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ. ദൈവാത്മാവിൽ പൈശാച ശക്തിയെ പുറത്താക്കുന്ന അഭിഷക്തന്മാരും എഴുന്നേറ്റു. അതിനെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഈ ഭൂതത്തെ പുറത്താക്കാൻ എന്റെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്തായി. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കാൻ ദൈവം നമുക്ക് യേശുവിന്റെ നാമം തന്നത്. ഭൂതത്തിൽ പൈശാച ശക്തി സംരക്ഷിക്കാൻ യേശുവിന്റെ രക്തം നമുക്ക്. നമ്മൾ വിശദമായിട്ട് അങ്ങോട്ട് പോകും. ആമേൻ, സ്തോത്രം. സമയം പെട്ടെന്ന് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കരം ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, സ്തോത്രം, 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ രാജ്യം, 2 സാത്താന്യ രാജ്യം. അപ്പൊ എന്താണ് ദൈവത്തിന്റെ രാജ്യം? ഒരു വാക്യം ഒന്ന് വായിച്ച റോമാലേഖനം, ആമേൻ, സ്തോത്രം, റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പം ഞാനും നിങ്ങളും ദൈവരാജ്യത്തിലാണോ ജീവിക്കുന്നു എന്ന് നമ്മളെ ചെക്ക് ചെയ്യാനാണ് ഈ വചനം പറയുന്നത്. ആമേൻ. ഞാൻ ഇന്ന് ദൈവരാജ്യത്തിലാണോ? ദൈവരാജ്യത്തിലാണെങ്കിൽ 1 ഞാൻ നീതി, 2 സമാധാനം, 3 പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഒരു ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി നീതിയാണ്, 2 ആ വ്യക്തി സമാധാനമാണ്. ആമേൻ, സ്തോത്രം. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു, അത് ലോകം തരുന്നത് പോലല്ല. ലോകം കൊണ്ട് ചിന്തിക്കുമ്പോൾ സമാധാനത്തിനൊന്നുമില്ലെങ്കിലും സർവബുദ്ധിയെ കവിയുന്ന സമാധാനം ഒരു വ്യക്തിയുടെ അകത്ത് വസിക്കുന്നെങ്കിൽ ആ വ്യക്തി ദൈവരാജ്യത്തിലാണ്. നീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ ദൈവരാജ്യത്തിലാ. 3 പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവരാജ്യത്തിലാണ്. അപ്പം ഞാനും നിങ്ങളും ദൈവരാജ്യത്തിലാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ദൈവത്തിന്റെ വചനം പറയുക. എൻ്റെ അകത്ത് ഈ ദൈവത്തിന്റെ സമാധാനം വസിക്കുന്നുണ്ടോ? ആമേൻ. ഞാൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലാണോ ജീവിക്കുന്നത്? ആമേൻ. ഞാൻ നീതിയിലാണോ വസിക്കുന്നത്? എന്താണ്
ദൈവരാജ്യത്തിന്റെ നീതി. നീതി എന്ന് പറഞ്ഞ ഈ പദം ജസ്റ്റ് നമുക്കൊന്ന് പഠിക്കണമെങ്കിൽ ഒരു 6 മണിക്കൂർ വേണം ഈ നീതി എന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്കൊന്ന് പഠിക്കാൻ. ആമേൻ, സ്തോത്രം. ആമേൻ. അത്രത്തോളം ഡെപ്ത് ഉള്ള ഒരു വചനമാണ് നീതി. എന്താണ് ദൈവരാജ്യത്തിന്റെ നീതി? നമുക്ക് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചുകൊണ്ട് വരാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ കാനഡയിലല്ല ഇരിക്കുന്നത്. അവൻ കാനഡയിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ആമേൻ. ഞാൻ യേശുവിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞ ഒരു വെളിപ്പാട് എൻ്റെ അകത്ത് വന്നാൽ 10,000 മന്ത്രവാദികൾ എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത് എന്നെ തൊടാനൊക്കത്തില്ല. കാരണം ഞാൻ ക്രിസ്തുവിൽ ഇരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ തകർക്കാതെ ഒരു പിശാചിനും എന്നെ തകർക്കാനൊക്കത്തില്ല. ഞാൻ ഇരിക്കും. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ആമേൻ. ഞാൻ യേശുവിൽ ഇരിക്കുന്നു. ഞാൻ യേശുവിൽ ഇരിക്കുന്നെങ്കിൽ ഒരു പൈശാച ശക്തിക്കും എന്നെ തൊടാനൊക്കത്തില്ല. ഒരു അന്ധകാര ശക്തിക്കും എന്നെ തൊടാനൊക്കത്തില്ല. കാരണം ഞാൻ ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. അവൻ നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ വളരാൻ തുടങ്ങും. ഒരു വ്യക്തി യേശുവിന്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ വളരാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട സമയത്ത് പൗലോസിനോട് ചോദിച്ചാൽ നിന്റെ സാക്ഷ്യം ഒന്ന് പറയാൻ ചോദിച്ചാൽ പൗലോസ് പറയും, ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്റെ കർത്താവ് എന്നെ കണ്ടു. ആമേൻ, സ്തോത്രം. കുറച്ചുകൂടെ കർത്താവിന്റെ കൂടെ നടന്നപ്പോ പൗലോസ് പറഞ്ഞു, ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചല്ല, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച കർത്താവ് എന്നെ കണ്ടു. അടുത്ത വെളിപ്പാടിലേക്ക് വളർന്നു. എന്നാൽ കുറച്ചുകൂടെ കർത്താവിന്റെ കൂടെ നടന്നപ്പോ പൗലോസ് പറഞ്ഞു, ഡെമസ്കോസിന്റെ പടിവാതിക്കലുമല്ല, എൻ്റെ അമ്മയുടെ ഉദരത്തിലുമല്ല, അവൻ എന്നെ ലോകസ്ഥാപന മുമ്പ് കർത്താവ് എന്നെ ക്രിസ്തുവിൽ കണ്ടു. ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ പൈതലെ ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് ക്രിസ്തുവിൽ നമ്മളെ കർത്താവ് കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മിയുടെയും പപ്പായുടെയും കല്യാണം നടക്കുന്ന മുമ്പ് യേശുവിന്റെ മനസ്സിനകത്ത് നമ്മൾ ഉണ്ടായിരുന്നു. ആമേൻ. നമ്മളെ കർത്താവ് കണ്ടതാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ആമേൻ, നമുക്ക് വാക്യങ്ങൾ വായിച്ചു പോകാൻ സമയമില്ല. റോമാലെ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കണം. ഞാനങ്ങ് പറഞ്ഞു വിടാം. ആമേൻ, സ്തോത്രം. അവിടെ വാക്യത്തിൽ ഇങ്ങ് പറഞ്ഞു, ആമേൻ, സ്തോത്രം, പിതാവേ, സ്തോത്രം, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കലുള്ള മഹത്വത്തിൽ എന്നെ പ്രവേശിക്കണമെന്ന് കർത്താവ് പറഞ്ഞ ശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് അവിടെ പറയാ, സ്തോത്രം, പിതാവേ, നീ പിതാവിനുള്ളവരായിരുന്നു നമ്മള്, പിതാവ് നമ്മളെ കർത്താവിന് കൊടുത്തു. ആമേൻ, സ്തോത്രം. ആമേൻ. ആമേൻ. ആ വാക്യം ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ യോഹന്നാൻ 17-ന്റെ 6-ാമത്തെ വാക്യം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണേ, നമ്മളെ പിതാവിനുള്ളവരായിരുന്നു. പിതാവ് നമ്മളെ യേശു ക്രിസ്തുവിന് കൊടുത്തു. ആമേൻ, സ്തോത്രം. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവ് നമ്മളെ നമ്മുടെ പദവി എന്നിട്ട് കർത്താവ് പറയാ, ആമേൻ, സ്തോത്രം, അവൻ നമ്മളെ, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന യേശു നിങ്ങൾക്ക് 4 കാര്യമായി തീർന്നു. നിങ്ങൾ ഇരിക്കുന്ന യേശു നിങ്ങൾക്ക് 4. അതാണ് 1 കൊരിന്ത്യർ നിങ്ങൾ 1:30. അവൻ നിങ്ങൾക്ക് ക്രിസ്തുവിൽ, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ, അവൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. കർത്താവ്, നമ്മൾ ഇരിക്കുന്ന കർത്താവ് നമുക്ക് ദൈവത്തിൽ നിന്ന് 4 കാര്യമായി തീർന്നു. 1 ജ്ഞാനം, 2 നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. അപ്പൊ ശ്രദ്ധിക്കണേ,
ഈ സ്തോത്ര ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പം 5 ദിവസക്കാലം താൻ ഉണ്ടാക്കാൻ പോകുന്ന തൻ്റെ മോനായ ആദാമിന് എന്തെല്ലാം വേണോ അതെല്ലാം 5 ദിവസം താൻ ഉണ്ടാക്കിയിട്ട് 6-ാം ദിവസം താൻ ഉണ്ടാക്കിയത് അനുഭവിക്കാൻ ആദാമിനെ ഏദൻ തോട്ടത്തിലാക്കി. ഇതുപോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും ക്രിസ്തുവിനകത്ത് ഒരുക്കി വെച്ചിട്ട് നമ്മളെ ക്രിസ്തുവിനകത്താക്കി. ആദാം ഇരിക്കുന്ന ഏദൻ തോട്ടത്തിൽ ആദാമിന് വേണ്ടതെല്ലാം ഉള്ളതുപോലെ നാം ഇരിക്കുന്ന ക്രിസ്തുവിനകത്ത് നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നമുക്ക് വേണ്ടതെല്ലാം ക്രിസ്തുവിനകത്ത് ഒരുക്കി വെച്ചിട്ട് നമ്മളെ ക്രിസ്തുവിനകത്താക്കിയിരിക്കുക. ആമേ സ്തോത്രം. ആദാമിന് വേണ്ടതെല്ലാം ഏദൻ തോട്ടത്തിൽ ഉള്ളതുപോലെ നമുക്ക് വേണ്ടതെല്ലാം ക്രിസ്തുവിനകത്തുണ്ട്. അല്ലാതെ ആദാം ഒരു ദിവസം നോക്കിയപ്പോൾ ആനയ്ക്ക് ഭാര്യയുണ്ട്, സിംഹത്തിന് ഭാര്യയുണ്ട്, കരടിക്ക് മാത്രം ഭാര്യയുണ്ട്, എനിക്ക് മാത്രം ഭാര്യയില്ലെന്ന് പറഞ്ഞ് 7 ദിവസം ഉപവസിച്ചപ്പോഴല്ല ഔവ്വ വെളിപ്പെട്ടത്. ആദാമിനകത്ത് തന്നെ ഔവ്വായെ ഒരുക്കി വെച്ചിട്ടാ ദൈവം ആദാമിനെ ഈ ഭൂമിയിൽ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഹൃദയത്തെ തൊട്ട് നിന്നോട് നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു മനുഷ്യനിലും ആശ്രയിക്കേണ്ട. അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിന്റെ സകല ചിന്താകുലവും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുക. അടയാന ഹസ്യാന ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് പരാജയപ്പെട്ട് ശൂന്യമായ പടകുമായി നിരാശപ്പെട്ട് വല കഴുകുന്ന പത്രോസിനെ യേശു കണ്ട് അവന്റെ പടകിലേക്ക് കയറിയിട്ട് അവൻ മീൻപിടുത്തത്തിനായി വലയിറക്കുവാൻ പറഞ്ഞു. ഇന്ന് രാത്രികാലം നിന്റെ പരാജയം കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ട് പത്രോസിനോട് കർത്താവ് എവിടെ നീ പരാജയപ്പെട്ടു, അതേ സ്ഥലത്ത് തന്നെ നിന്റെ കഴിവും നിന്റെ ശക്തിയും പരാജയപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ പത്രോസെ നിനക്ക് വേണ്ടി ചിലത് ഞാൻ കരുതിയിട്ടുണ്ട്. എൻ്റെ വാക്കനുസരിച്ചാൽ നിന്റെ ശൂന്യമായ പടക് നിറയാൻ പോവാ. അടുത്തുള്ള ചെറു പടകിനൂടെ കൊടുക്കത്തക്ക രീതിയിൽ പത്രോസിനെ അനുഗ്രഹിച്ച അതേ കർത്താവ് ഈ വ്യാഴാഴ്ച പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെല്ലോട് പറ, നിന്റെ ശൂന്യത മാറാൻ പോ. പത്രോസിന്റെ പടകിനെ നിറച്ച കർത്താവ് നിന്നെ നിറച്ച് അടുത്തുള്ള ചെറുപടകിനൂടെ കൊടുക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രത്യേക ചില കരുതൽ വെളിപ്പെട്ട് വരുന്ന ദിവസങ്ങളാണ്. അവൻ കരുതൽ വെളിപ്പെട്ട് വരുന്ന പകലാണെന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് ദൂതുകയെ മാറും. ഇവിടെ ദൈവത്തിന്റെ പകരം നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ദൈവത്തിങ്കൽ നിന്ന് നീതിയും ജ്ഞാനവും ശുദ്ധീകരണവും. അതിനകത്തെ നീതി എന്ന് പറഞ്ഞ ഒരു പദമാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ആമേൻ സ്തോത്രം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ സ്തോത്രം. അവൻ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി എന്തുവായി പാപമാക്കി. അപ്പൊ യേശുക്രിസ്തുവിന് പാപം അറിയത്തില്ല. പാപം അറിയാത്ത യേശുക്രിസ്തുവിന് പാപം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നമ്മളെ പോലെ പാപം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ജ്ഞാനത്തിനകത്ത് യേശുക്രിസ്തുവിന് പാപം അറിയാം. എന്നാൽ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുക്രിസ്തുവിനെ പാപമാക്കി. യേശുക്രിസ്തുവിനെ പാപിയാക്കുകയല്ല, യേശുക്രിസ്തുവിനെ പാപമാക്കി. അപ്പൊ ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ എൻ്റെ മേലുള്ള പാപം യേശുക്രിസ്തുവിന്റെ മേലേക്കായി മാറി. കാൽവറി ക്രൂശ് എന്ന് പറയുമ്പോൾ അതൊരു കൈമാറ്റത്തിന്റെ ഇടമാ. ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ എൻ്റെ മേലുള്ള പാപം യേശുക്രിസ്തുവിന്റെ മേലേക്ക് കൈമാറി. യേശുക്രിസ്തുവിന്റെ മേൽ ദൈവത്തിന്റെ നീതിയുണ്ട്. യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ നീതി എനിക്ക് കൈമാറി. ഞാൻ അങ്ങനെ നീതിമാനും യേശു പാപമാക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ കൊടുത്ത പാപം പത്രോസിന്റെ ലേഖനത്തിനകത്ത് 2:24 ഇങ്ങനെ പറഞ്ഞു, ആമൻ സ്തോത്രം. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഞാൻ കൊടുത്ത പാപം യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാപത്തിന് ശിക്ഷ കിട്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, റോമർ 8:1 പറയും, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. അവനാൽ നിങ്ങൾ ക്രിസ്തുയേശുവിലിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷയില്ല. കാരണം എൻ്റെ മേലുള്ള പാപം യേശുവിന്റെ മേലേക്ക് കൈമാറി. യേശുവിലുള്ള ദൈവത്തിന്റെ നീതി
എനിക്ക് കൈമാറി. അങ്ങനെ ഞാൻ നീതിമാനായി തീരുകയും ചെയ്തു. യേശു പാപമാക്കുകയും ചെയ്തു. യേശു പാപിയാക്കുകയല്ല, യേശു പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ അവൻ തന്റെ ഓമന കുമാരനെ അല്ല, ഒരു പാപം കാൽവറിയിൽ കിടക്കുന്നു, പാപത്തിന് ശിക്ഷ കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് നമുക്കൊരു ശിക്ഷാവധിയുമില്ല. ഇനിയും നമുക്ക് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-10 അവനിലല്ലോ അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന അവൻ തലയായവനിൽ നിങ്ങൾ പരിപൂർണർ. ആമേൻ. അപ്പൊ നല്ലൊരു വിശുദ്ധനെ കാണണമെങ്കിൽ നമ്മളെ നോക്കണം, നമ്മൾ പരിപൂർണരാണ്. ആമേൻ. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി തലയായവനിൽ നിങ്ങൾ പരിപൂർണരാണ്. കരമൂർത്തി കർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കാമോ? ആമേൻ. അപ്പം ആമേൻ, സ്തോത്രം. ഇതിനകത്തുള്ള നല്ല നീതിമാന്മാര് മാത്രം ഒന്ന് കൈ ഉയർത്തിക്കേ. ഓക്കെ, സ്തോത്രം സ്തോത്രം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു വീട്ടിൽ പപ്പായ്ക്കും മമ്മിക്കും 2 മക്കളുണ്ടായിരുന്നു. പപ്പായ്ക്കും മമ്മിക്കും. അതിനകത്തെ മൂത്ത മോളാണ്, പെങ്ങളാണ് മൂത്ത. ഇളയത് ആങ്ങളെയാണ്. ആമേൻ, സ്തോത്രം. ഈ ഇളയ മോനെന്ന് പറഞ്ഞാൽ ഈ ആങ്ങളെ ഇച്ചിരി ചെറിയ ബൗളിങ്, ക്രിക്കറ്റ് ഭ്രാന്തന. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഇതൊക്കെ എടുത്ത് അവൻ ബൗൾ ചെയ്യും. ഈ പെങ്ങള്, അപ്പൊ ആ വീട്ടിൽ ഒരു താറാവ് ഉണ്ടായിരുന്നു. ഈ പപ്പായും മമ്മി ഇല്ലാത്ത അവസരം നോക്കി ഈ ആങ്ങളെ ഒന്ന് ബൗൾ ചെയ്യും, ആ താറാവ് വരും. ഈ താറാവ് ക്ലീൻ ബൗൾഡായി. താറാവ് ചത്തു. പെങ്ങള് പറഞ്ഞു, ഞാൻ ഡാഡിയോടൊന്നും പറയത്തില്ല, നമുക്ക് പപ്പായും മമ്മിയും വരുന്ന അവസരം നോക്കി ഇവര് കിടന്നങ്ങ് ഉറങ്ങി. പപ്പായും മമ്മിയും മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോ ചോദിച്ചു, പപ്പ മക്കളെ നമ്മുടെ താറാവ് എങ്ങനെയാ ചത്തത്? അയ്യോ, താറാവ് ചത്തോ ഡാഡി? ഞങ്ങൾ കണ്ടില്ല. അയ്യോ, എവിടെ ചത്തു? അയ്യോ, ഞങ്ങൾ കിടന്നുറങ്ങാൻ എന്താ പറ്റിയാന്ന് അറിയത്തില്ല. എന്നാൽ അന്ന് പപ്പ 2 ഐസ്ക്രീം കൊണ്ടുവന്ന്. പെങ്ങളുടെ ഐസ്ക്രീം പെട്ടെന്ന് നിന്നിട്ട് ആങ്ങളോട് പറഞ്ഞു, നിന്റെ ഐസ്ക്രീം എനിക്ക് തരാൻ പറഞ്ഞു. തരത്തില്ല ഡാഡി, എനിക്ക് നിനക്ക് ഒരുപോലെ ഐസ്ക്രീം തന്നെ. അപ്പോൾ അവള് പറഞ്ഞു തരത്തില്ല. ഇവള് പെട്ടെന്ന് പറഞ്ഞു, താറാവ് താറാവ് താറാവ്. ഇവന്റെ ഐസ്ക്രീം വാങ്ങിച്ചു. ഇങ്ങനെ താറാവ് 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 എന്ന് പറഞ്ഞ് ഐസ്ക്രീമും ഇവന്റെ എല്ലാം ഈ പെങ്ങളിങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാം. ഒരു ദിവസം ഈ പപ്പ നോക്കിയിട്ട് ഇവൻ ഈ കൂട്ടായ്മക്കൊക്കെ വരുന്നതിലും പഴയ പ്രൈസിലോട് സ്വത്രമൊക്കെ പറയുന്നത്, ആ പഴയ സന്തോഷം ഇവനെന്തോ ഒരു കുഴപ്പം പോലെ. ഈ പപ്പ ഇവനെ ഒന്ന് ചേർത്ത് പിടിച്ചു. മോനെ, നിന്നെ കണ്ടിട്ട് എന്റെ മോനായിട്ട് തോന്നുന്നു, എന്തോ നിനക്കൊരു പ്രശ്നം പറ്റി, എന്താണ്? അപ്പൊ അവന് ഇങ്ങനെ എന്താണ് ഡാഡിയോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഇവൻ ഇങ്ങനെ കരയാൻ തുടങ്ങി, പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഈ പപ്പ ഇവനെ ചേർത്ത് പിടിച്ച് എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പപ്പ ഞാൻ പന്ത് കളിച്ച താറാവ്, അത്രയുള്ള നമുക്കൊരു താറാവിനെ വാങ്ങിക്കാവുന്നുണ്ട്. അന്ന് പപ്പ 2 ഐസ്ക്രീം കൊണ്ടുവന്ന്. പെങ്ങളുടെ ഐസ്ക്രീം തിന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, നിന്റെ ഐസ്ക്രീം എനിക്ക് തരാൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു, തരത്തില്ല ഡാഡി, എനിക്ക് നിനക്ക്. ഇവള് പെട്ടെന്ന് താറാവ് താറാവ്. ഇവൻ ചോദിച്ചു, ഏത് താറാവ്? എന്താ കൊച്ചു, നിനക്ക് എന്താ അബദ്ധം പറ്റിയോ? ഏത് താറാവ്? അപ്പൊ അപ്പൻ ചെന്ന് അപ്പനോട് ഈ പെങ്ങളി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇവൻ ഇതങ്ങ് എന്നോട് ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ ആരോടും പറയാതിരിക്കാൻ നിങ്ങളെ ഞാൻ ഒരു വചനം പഠിപ്പിക്കാം. വേറെ ആരോടും പറയല്ലേ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിനും തന്നെ.
ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് എഴുതുന്നു. അഥവാ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ഇതൊന്ന് വായിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ താറാവിനെ കൊല്ലാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. അഥവാ ഒരുവൻ താറാവിനെ കൊന്നുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം. നീ കുറ്റബോധത്തിൽ തുടരരുത്. കുറ്റബോധം പിശാചിൽ നിന്ന് വരുന്നു, പാപബോധം ദൈവത്തിൽ നിന്ന്. പാപബോധം നമ്മളെ അനുതാപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറ്റബോധം നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പരാജയത്തിൽ ജീവിക്കാനല്ല, ഇന്ന് പകൽക്കാലം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആമേൻ സ്തോത്രം അപ്പന്റെ വീട് വിട്ട് ദൂരദേശത്തേക്ക് പോയ മകന്റെ അളവിനൊത്ത ഉടുപ്പും ചെരുപ്പും വാങ്ങിച്ച് കാത്തിരിക്കുന്ന നല്ലൊരു പിതാവുണ്ട്. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാ പറയാ, നീ ഏറ്റുപറഞ്ഞ് കരുണ ലഭിച്ചു കഴിയതുപോലെ ശക്തിയോട് ശുശ്രൂഷിച്ച് കയറാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. അടയാള ഘടകസ്യാന. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ദൂത് പറയാ. റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ കണ്ണിനെ അനീതിയുടെ ആയുധമായി സാത്താൻ ഉപയോഗിച്ചെങ്കിൽ അതേ കണ്ണിനെ ദൈവം നീതിയുടെ ആയുധമായി ഉപയോഗിക്കാൻ, വേണ്ടാത്തത് കാണാൻ നിങ്ങളുടെ കണ്ണിനെ പിശാച് ഉപയോഗിച്ചെങ്കിൽ അതേ കണ്ണിനെ ഈ രാത്രി ദൈവം നീതിയുടെ ആയുധമായി. നിന്റെ കണ്ണ് പിശാചിനൊരു ഭയമായി മാറുമ്പോ, നിന്റെ കണ്ണ് ദുരാത്മാവ് ഒരു കാലത്ത് പാപം ചെയ്യാൻ മ്ലേച്ഛതയ്ക്ക് വേണ്ടി വശീകരണ ശക്തിക്ക് വേണ്ടി സാത്താൻ നിന്റെ കണ്ണിനെ വശീകരിച്ചെങ്കിൽ അതേ കണ്ണിനെ പരിശുദ്ധാത്മാവ് തിരിച്ചു പിടിച്ച് നിന്റെ കണ്ണുകൊണ്ട് പൗലോസ് യേശുവിനെ ഉറ്റുനോക്കിയതുപോലെ ചിലരെ നോക്കാൻ അടകലക്ക് ചില കണ്ണുകൾക്കകത്തു മോഹത്തിന്റെ ദുരാത്മാവ്, പാപത്തിന്റെ ദുരാത്മാവ്, ജഡത്തിന്റെ സ്വാധീനത്തെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറി ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ നീതിയുടെ ആയുധമായി അടയാളകസ്യാന. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ആ പാപത്തിൽ നീ തുടരരുത്, ആ ജഡത്തിൽ തുടരരുത്, ആ ജഡീക ചിന്തയിൽ, പാപത്തിന്റെ ചിന്തയിൽ, ലോകത്തിന്റെ ചിന്തയിൽ തുടരല്ലേ. എവിടെയെങ്കിലും തോറ്റുപോയെങ്കിൽ കുറ്റബോധത്തിൽ നിൽക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ ലഭിക്കും. ഉടകാല ഘടകസ്യാന. ഇന്ന് രാത്രികാലം നമ്മളെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുന്ന അടയാരകസ് ഒരു കർത്താവുണ്ട്. ആമേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അടകാലകസ്യാന അടകൽക്കമൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വചനം പഠിപ്പിച്ചപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, പാസ്റ്റേ ആമേ, ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം പറ്റി. പക്ഷെ ഈ വചനം ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല, എൻ്റെ ആ ചിന്ത എന്നെ വേട്ട. പക്ഷെ ഈ വചനം എന്നെ പൊട്ടിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാ പറയാ, യേശു ക്രിസ്തുവിന്റെ രക്തം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എഴുതുന്നു. പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല. അഥവാ ഒരു തെറ്റു പറ്റിയെങ്കിൽ ആ കുറ്റബോധത്തിൽ തുടരല്ല. ഈ പ്രഭാതത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് ഏറ്റുപറ. ആ നിമിഷം നിങ്ങളെ സ്നേഹിക്കുന്ന അപ്പൻ പുതിയൊരു അങ്കിയുമായി, അവൻ പുതിയ അങ്കിയുമായി, നാമേ സ്തോത്രം, നിന്നെ അവൻ സ്തുതി എന്ന മേലുള്ള പുതിയ അങ്കിയുമായി, വിശുദ്ധിയുടെ പുതിയ അങ്കി തരും. നിന്റെ പാപം എത്ര കടിഞ്ചുമപ്പാണേലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന യേശുവിന്റെ രക്തം ഇന്ന് ഈ പ്രഭാതത്തിൽ അവൈലബിൾ ആണ്. യേശുവിന്റെ രക്തം അവൈലബിൾ ആണ്. അതുകൊണ്ട് ദൈവം പറയുക, നിങ്ങൾ ആ പാപത്തിൽ തുടരല്ലേ, ജഡീക ചിന്തയിൽ തുടരല്ലേ, ലോകത്തിന്റെ മോഹത്തിൽ തുടരല്ലേ. ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണയോടെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു കയറാൻ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ യേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ പാപത്തിലല്ല, ലോകത്തിലല്ല, യേശു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൂത് പറയുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൂത് കൈമാറുക. അതുകൊണ്ട് നീതി, അപ്പൊ ഒരുവൻ ആമേ സ്തോത്രം നീതി ലഭിക്കുന്നത് എങ്ങനെയാണ് ഒരുവൻ നീതിമാനായി തീരുന്നത്? ആമേ സ്തോത്രം. റോമാലേഖനത്തിൽ ഇങ്ങനെ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 1:16 സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസ ഹേതുവായി വിശ്വാസത്തിനായി. റോമർ 1:16.
സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേ. ഒരു വാക്യം കൂടെ വായിച്ചു നമുക്ക്. റോമർ 10:3 മുതലുള്ള വാക്യം കൂടെ. ഹോളി സ്പിരിറ്റ്. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജ് ആണ്. ദോശ വാങ്ങിച്ചാൽ സാമ്പാർ സംബന്ധി ഫ്രീ ആന്ന് പറഞ്ഞ പോലെ സുവിശേഷം ഒരു പാക്കേജ് ആണ്. സുവിശേഷം, ഗോസ്പൽ ഒരു പാക്കേജ് ആണ്. സുവിശേഷത്തിനകത്ത് 3 കാര്യമുണ്ട്. 1 രക്ഷ, 2 ദൈവശക്തി, 3 ദൈവത്തിന്റെ നീതി. ആമേൻ. രക്ഷ, നീതി, ദൈവശക്തി. പാപിയായ ഒരു മനുഷ്യൻ സുവിശേഷം സ്വീകരിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. ആമേൻ. 2 അവനിലേക്ക് ദൈവത്തിന്റെ ശക്തി വരും. 3 ദൈവം സുവിശേഷം അവനെ നീതിമാനായി പ്രഖ്യാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ ഒരു മനുഷ്യൻ നീതിമാനാകണമെങ്കിൽ അവൻ പണമുള്ളവനാണെങ്കിൽ ഒരു കാളക്കിടാവിനെയും, ഇച്ചിരൂടെ പണം കുറഞ്ഞവനാണെങ്കിൽ ഒരു ആട്ടുകൊറ്റനെയും, ഒട്ടും പണമില്ലാത്തവൻ ഒരു കുറുമ്പ്രാവിനെയും കൊണ്ടും പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി പുരോഹിതൻ യാഗം കഴിച്ചിട്ട് വരുമ്പോൾ, എന്നിട്ട് പുരോഹിതൻ മടങ്ങി വന്നിട്ട് അതിന്റെ രക്തം യാഗപീഠത്തിൽ ഒഴിച്ചിട്ട് മടങ്ങി വന്നിട്ട് പറയും, ജനമെല്ലാം സമാധാനത്തോടു കർത്താവ് നമ്മുടെ പാപങ്ങൾ. അപ്പോൾ 1 വർഷത്തെ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ആട്ടുകൊറ്റന്റെ കോലാടുകൊറ്റന്റെയും യാഗം കഴിച്ചപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ആ ആട്ടുകൊറ്റന്റെ കോലാടുകൊറ്റന്റെയും ആ യാഗം കൊണ്ട് മനുഷ്യന്റെ പാപം പരിഹരിക്കാവുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ ഇരുമ്പാണിക്കിരയായി യേശു തകർക്കപ്പെട്ടത് എന്നെ നീതിമാനാക്കാനാ. യേശു അവൻ ഒരു കാലത്ത് സുവിശേഷം ഈ യേശു ക്രിസ്തുവിലൂടെയുള്ള നീതി പ്രസംഗിച്ചതിനെതിരെ നിന്ന പൗലോസ് ഇപ്പം പറയാ, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഒരു കാലത്ത് ഞാൻ ഇതിനെ ലജ്ജിച്ച ആളാ, എന്നാൽ എനിക്കിത് ലജ്ജയില്ല. സുവിശേഷത്തിനകത്ത് 1 രക്ഷയുണ്ട്, 2 നീതിയുണ്ട്, 3 ദൈവശക്തിയുണ്ട്. അപ്പൊ പാപിയായ ഒരു മനുഷ്യൻ സുവിശേഷം സ്വീകരിക്കുമ്പോൾ ആ മനുഷ്യൻ രക്ഷിക്കപ്പെടും. 2 അവൻ നീതിമാനായി തീരും. അവനിലേക്ക് അപ്പൊ പുതിയ നിയമസഭയിൽ ഒരാൾ നീതിമാനാകുന്നത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ നീതിമാനായി തീരും. ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഞാൻ കർത്താവിനെ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്, എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങുകയാണ്, ആ നിമിഷം കർത്താവിനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അങ്ങനെ നീതിമാനായിട്ട്, നീതിയുടെ നമ്മൾ അങ്ങോട്ട് പോയാൽ ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഞാൻ ഇവിടെ സമയം പോയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. ആമേൻ, സ്തോത്രം. അപ്പോൾ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷ. അപ്പം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ 1 നീതി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലെ നമ്മൾ ആമേൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പരിപൂർണമായി നിൽക്കുന്ന ഒരു ജീവിതമാണ് നീതി എന്ന് പറഞ്ഞാൽ 1. 2 സമാധാനം. ദൈവരാജ്യത്തിന്റെ നീതിയെക്കുറിച്ച്, എന്തിനാണ് നമ്മൾ നീതിമാനാകുന്നത്? നീതിമാന് നിത്യജീവനുണ്ട്, നീതിമാനെ മരണത്തിൽ നിന്ന് വിടുവിക്കും, നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മൾ നീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്കിലും ആമേൻ, സ്തോത്രം. ഞാൻ അവിടെ അപ്പം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ 1 നീതി, 2 സമാധാനം. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലല്ല. സർവ്വബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. അപ്പൊ ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ആമേൻ 10,000 പ്രോബ്ലം ഉണ്ടെങ്കിലും സർവ്വബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. 3 പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിലാണ്. ഈ ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഈ എന്നെ കൊണ്ട് സാത്താന്യ രാജ്യത്തെ തകർക്കാനാണ് കർത്താവ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച 7 ആയുധങ്ങൾ തന്നത്. ഈ ഭൂതാത്മാവിനെ
പുറത്താക്കാനും ദുരാത്മാവിനെ പുറത്താക്കാനും. ആമേൻ സ്തോത്രം. എന്നാൽ പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യേണ്ട നമ്മളെ സാത്താൻ എന്താ, നമ്മുടെ വിഷയത്തിനുള്ള വിടുതലിലേക്ക് മാത്രം. ഇപ്പൊ ഞാനൊരു പ്രവാചകനായതുകൊണ്ട് എന്നെ ആളുകൾ വിളിക്കും, 10ാം ക്ലാസ് കഴിയുമ്പോൾ പാസ്റ്ററെ മോക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കണോ കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കണോ. ആമേൻ സ്തോത്രം. അത് കഴിയുമ്പം അവിടെ കല്യാണത്തിന് വേണ്ടി വിളിക്കും, പിന്നെ അവരുടെ ബാലാരിഷ്ട ബാല പീഡയ്ക്ക് വേണ്ടി വിളിക്കും, പിന്നെ ആ കുഞ്ഞിൻ്റെ അങ്ങനെ വ്യക്തിപരമായ നമ്മൾ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് കിടന്ന് കുരുങ്ങുക. ഞാനിരിക്കുന്ന ഇന്ത്യയെ 130 കോടി ജനം നരകത്തിലേക്ക് പോകും. നിങ്ങളായിരിക്കുന്ന കാനഡയിൽ ലോകത്തിന്റെ പല ഭാരങ്ങൾ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറട്ടെ, നിങ്ങളുടെ കുഞ്ഞ് തീക്കകത്തുവാണെങ്കിൽ ഒരിക്കലും ഫയർഫോഴ്സുകാരൻ വരാൻ വെയിറ്റ് ചെയ്യല. അങ്ങേ വീട്ടിലെ തോമസ് കുട്ടിച്ചാൻ വരാൻ വെയിറ്റ്. നമ്മുടെ മുഴുവൻ സോഴ്സ് ഉപയോഗിച്ച് രക്ഷിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ മേലൊരു അഭിഷേകം പകരണം, എനിക്ക് നരകം കൊള്ളയടിച്ച് സ്വർഗം നിറയ്ക്കണം, എനിക്ക് പിശാചിന്റെ കോട്ടയെ പൊളിക്കണം, അതിനെനിക്കൊരു അഭിഷേകം വേണം. എനിക്ക് ഒരായുസേ ഉള്ളൂ, അത് ഉഴപ്പാനല്ല, ദൈവത്തിന് വേണ്ടി തീയായി നിൽക്കാൻ. ഇന്ന് രാത്രി സ്തോത്രം, നമുക്കിവിടെ സമയം പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് യേശുവിന്റെ നാമം കർത്താവ് തന്നിരിക്കുന്ന ഈ ഭൂതാത്മാക്കളെ തകർക്കാനാ, ദുരാത്മാക്കളെ തകർക്കാനാ, ദേശാധിപതികളെ പൊട്ടിക്കാനാ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, നിങ്ങൾ സ്വർഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടപ്പെടും. ആമേൻ സ്തോത്രം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ആമേൻ സ്തോത്രം. ആമേൻ. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നാമത്തെ യേശുവിന്റെ നാമം, 2 യേശുവിന്റെ രക്തം, 3 ദൈവവചനമായ നിരുവായ്ത്തലുള്ള വാള്, 4 ഉപവാസം, 5 പ്രാർത്ഥന, 6 സ്തുതി പ്രൈസ് ആൻഡ് വർഷിപ്പ്, 7 നമ്മുടെ സാക്ഷ്യം, 8 തന്റെ വിശുദ്ധി. ഈ 8 ആയത് വെച്ച് സാത്താനെ തകർക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ച ഒത്തിരി സീനിയറായ ദൈവദാസന്മാരുണ്ട്, അവർക്കെല്ലാം കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.